guys, welcome to my YouTube channel. Hope you guys are doing great. ഇന്നത്തെ vlog is all about a road trip to Kerala from Bangalore. We already started our journey at 6 a.m. നമ്മൾ ഓൾറെഡി തുടങ്ങി ആൻഡ് തുടങ്ങിയപ്പോൾ തന്നെ ട്രാഫിക്കിൽ ഞങ്ങൾ സ്റ്റക്ക് ആയിരുന്നു ആൻഡ് വി വർ സോ സ്ട്രെസ്ഡ് ഔട്ട് ബിക്കോസ് ഇനി മുമ്പോട്ട് ഇങ്ങനെ ട്രാഫിക് ആണെങ്കിൽ വി വിൽ ടേക്ക് 2 days to reach കേരള. പക്ഷേ എന്തോ ഭാഗ്യത്തിന് തമിഴ്നാട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഫുൾ കാലിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക് ഒന്നും എടുക്കാതെ വി ആർ കണ്ടിന്യൂയിങ് ആർ റോഡ് ട്രിപ്പ്. ഇപ്പം ഞങ്ങളുള്ളത് തമിഴ്നാട്ടിലാണ്. ഏത് സ്ഥലം കറക്റ്റായിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷേ തമിഴ്നാട്ടിലാണ്. ആൻഡ് ഈ സൈഡിൽ കൂടെയുള്ള പച്ച കളറിലെ മലയും ബ്ലൂ സ്കൈ, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള റോഡ്, പിന്നെ അധികം വണ്ടിയൊന്നുമില്ല. സോ നല്ലൊരു റോഡ് ട്രിപ്പാണ് ബിക്കോസ് എവ്രിതിങ് ഈസ് സോ ഗുഡ്. നല്ലൊരു വിഷ്വലായിട്ടും നല്ല എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. സാധാരണ നോർമലി ഈ വഴി കൂടെ പോകുമ്പോൾ എപ്പോഴും ഒത്തിരി ലോറികളും ഒത്തിരി വലിയ വലിയ വണ്ടികളായിരിക്കും. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ വണ്ടികളുടെ ശല്യമൊന്നും ഇല്ലായിരുന്നു. നല്ല ക്ലീൻ ആൻഡ് കാലി റോഡായിരുന്നു. പിന്നെ പോകുന്ന വഴി കൂടെ നല്ല പച്ച മരങ്ങളും പച്ചപ്പായിരുന്നു. പിന്നെ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്ര നാളെ ഞങ്ങൾ എന്താണെന്ന് ലാസ്റ്റിൽ അറിഞ്ഞത് ഇതൊരു വിൻഡ്മില്ലിൻ്റെ ബ്ലേഡാണ്. എന്ത് വലുതാ നോക്കിക്കേ. And we stopped for breakfast and we had our most expensive breakfast in Tamil Nadu because എയർപോർട്ടിൽ പോലും ഇല്ല ഇത്ര വല്ല ബ്രേക്ക്ഫാസ്റ്റിന്. ഒരു മസാല ദോശയ്ക്കൊക്കെ 250+ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കേരള ബോർഡർ കയറി. ഈ കേരളത്തിൽ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണ്ണിൻ്റെ മണമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഫീൽ ആവും. പിന്നെ ഇനിയും 221 കിലോമീറ്റർ കൂടെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലെത്താൻ. അങ്ങനെ ഞങ്ങൾ ജേർണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൈവേയിൽ അധികം വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ നല്ല സുഖമായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ മണ്ണിൻ്റെ മണവും ആൻഡ് ഈ നമ്മുടെ ചുറ്റുമുള്ള പച്ചപ്പും ഒക്കെ കണ്ടിരിക്കാൻ അടിപൊളിയായിരുന്നു. ഒത്തിരി മരങ്ങളും ചെടികളൊക്കെ ഇങ്ങനെ ഉള്ളപ്പോൾ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ നമ്മുടെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ട്രെയിനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ വിഷ്വൽസ് വെർ സോ ഗുഡ്. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ട്രാഫിക് ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി നല്ല സ്മൂത്തായിട്ട് ഓടിക്കാം. ഈ ട്രാഫിക് ഉള്ളപ്പോഴാണ് നമുക്ക് ഭയങ്കര ഹെഡേക്കും അങ്ങ് നമ്മൾ മൂഡ് ഓഫ് ആയി പോവും വണ്ടി എപ്പോഴും നിർത്തി ഓടിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു നല്ല സ്കാലി റോഡിൽ നല്ലതായിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകാൻ അടിപൊളിയാണ്. പിന്നെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ആൻഡ് പാലക്കാടിൽ വന്നതുകൊണ്ട് ഈ വെസ്റ്റേൺ ഗാർഡ്സ് കാണാൻ വേണ്ടി I'll be super excited because എന്ത് രസമാണെന്നറിയാമോ കാണാൻ. അടിപൊളിയാണ് ഈ വിഷ്വൽ. ഈ പാലക്കാട് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇപ്പം ഞങ്ങൾ കേരള, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, പാലക്കാട് ആ റൂട്ടിലല്ലേ വന്നത്. അപ്പം ആ റൂട്ടിൽ കൂടെ വരുമ്പോൾ നമുക്ക് ഒത്തിരി എസ്പെഷ്യലി തമിഴ്നാട്ടിൽ ഈ 10 കൂടുതൽ ടോൾ ബൂത്ത്സിൽ കൂടെ കയറി ഇറങ്ങണം. അപ്പം നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുവാണെങ്കിൽ എന്തായാലും റീചാർജ് ചെയ്യാൻ മറക്കല്ലേ, അല്ലെങ്കിൽ നമ്മൾ അവിടെ കുറേ നേരം സ്റ്റക്കായിട്ട് കിടക്കും. പിന്നെ അവരെന്തോ ബ്ലാക്ക് ലിസ്റ്റൊക്കെ ചെയ്യും. സോ ഫാസ്ടാഗ് റീചാർജ് ചെയ്യാൻ മറക്കല്ലേ.
പാലക്കാടിലെ കുതിരാൻ ടണലിലെത്തിയേ. ഈ ടണലാണെങ്കിൽ 1.6 കിലോമീറ്റേഴ്സ് നീളമുണ്ട്. ആൻഡ് ഈ സെയിം ടണലിൽ വെച്ച് ഇതേ ടണലിൻ്റെ ഇതുള്ള ഒരു കൊറിയൻ ഡ്രാമയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആൻഡ് ഈ ടണലിൽ കൂടെ പോകുമ്പോൾ നല്ല രസമാണ്. എസ്പെഷ്യലി നമ്മുടെ ആ എൻഡിങ്ങിൻ്റെ അവിടെ വരുമ്പോൾ നല്ലൊരു വ്യൂ വരും. ആ വെസ്റ്റേൺ ഗാറ്റ്സിൻ്റെ മലയും പിന്നെ ഈ പാലക്കാടിൻ്റെ സൗന്ദര്യമെല്ലാം ആകുമ്പോൾ അടിപൊളിയായിരിക്കും കാണാൻ. നിങ്ങളത് കണ്ടു നോക്കൂ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിൽ എത്തിയപ്പോഴാണ് ഞങ്ങളുടെ ജേർണിയിൽ ഒരു ട്വിസ്റ്റ് വന്നത്. ബിക്കോസ് തൃശ്ശൂരിൽ ഒരു പാലം പണിഞ്ഞുകൊണ്ടിരിക്കുക കാരണം അവിടെ ഞങ്ങൾ 2 മണിക്കൂർ ബ്ലോക്കിൽ തന്നെയായിരുന്നു. ഐ തിങ്ക് 3 മണിക്കൂർ ഞങ്ങൾ അവിടെ കിടന്നെന്ന് തോന്നുന്നു. പിന്നെ 5 മണിക്കാണ് ഞങ്ങൾ ഈ കണ്ട പാരഗൺ റെസ്റ്റോറൻറ്റിൽ കയറി. പിന്നെ 5 മണിക്ക് അവിടെ ബിരിയാണി മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും മഴയായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ 3 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന് പോയതുകൊണ്ട് കുറച്ച് അധികം ലേറ്റ് ആകും വീട്ടിലെത്താൻ. ഞങ്ങൾ കോട്ടയത്താണ് എത്തുന്നത്. പോകുന്ന വഴി പിന്നെ ഞങ്ങൾ ബ്രേക്ക് ഒന്നും എടുത്തില്ല. ബിക്കോസ് 5 മണി ഒത്തിരി ലേറ്റായിട്ടല്ലേ ഫുഡ് കഴിച്ചത്. ഇനി ചായ ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡയറക്റ്റ് വീട്ടിലോട്ട് വിട്ടു. ഇനിയും 2 hours കൂടെ ഉള്ളൂ. പക്ഷേ ഇനി മുമ്പോട്ടുള്ള വീഡിയോസ് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അത്രയും ഉള്ളൂ. Hope you guys enjoyed my video. If you are new to my channel, please do subscribe. Thank you for watching.